ഉന്നമനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച മുദ്രാവാക്യമാണ് നാരി ശക്തി. യഥാർത്ഥ രാഷ്ട്രശക്തിയെ പ്രതിഫലിപ്പിക്കുന്ന നവ ഇന്ത്യയുടെ മുഖമാണ് നാരി ശക്തി എന്നാണ് മോദിയും അദ്ദേഹത്തിന്റെ വക്താക്കളും പറഞ്ഞു വന്നത്. എന്നാൽ മോദിയുടെ നാരീശക്തിയുടെ ശരിയായ മുഖം ഇന്ന് കൂടുതൽ അനാവരണം ചെയ്യപ്പെട്ടു. ഗുജറാത്ത് വംശഹത്യയിൽ സ്ത്രീവേട്ട നടത്തി ആക്രോശിച്ച മോദിയും കൂട്ടരും കത്തയിലും ഹാദ്രാസിലും അതേ സമീപനം തന്നെ ആവർത്തിച്ചു. ഇന്നിപ്പോഴിതാ പൊതു തെരഞ്ഞെടുപ്പിന്റെ ആരവത്തിനിടെയും സ്ത്രീവേട്ടക്കാരുടെ സംരക്ഷക വേഷമണിയുന്നു മോദിയും BJPയും. കർണാടകത്തിൽ 2019 വിജയം ആവർത്തിക്കാൻ ഒപ്പം കൂടിയ JDSലെ പ്രമുഖൻ പ്രജ്വൽ രേവണിയാണ് ഇന്ന് മോദിയുടെ ഐക്കൺ. ഈ പ്രജ്വൽ ചില്ലറക്കാരനല്ല, രാജ്യം കണ്ട ഏറ്റവും വലിയ ബലാത്സംഗ വീരനാണ്. 300ഓളം സ്ത്രീകളെയാണ് ഈ സെക്സ് സൈക്കോ വഞ്ചനയിലൂടെയും ഭീഷണിയിലൂടെയും ലൈംഗികമായി പീഡിപ്പിച്ചത്. ഇതിന്റെയെല്ലാം വീഡിയോ ദൃശ്യങ്ങൾ കർണാടകയിൽ പറവർക്കുകയാണ്. എന്നാൽ മോദി ഈ കൊടുംകുറ്റവാളിയെ ചേർത്ത് നിർത്തി മാലയിട്ട് സ്വീകരിച്ചിരിക്കുന്നു. നിലവിൽ JDS MP ആയ പ്രജ്വൽ തന്നെയാണ് സിറ്റിംഗ് സീറ്റായ ഹാസനിലെ NDA സ്ഥാനാർത്ഥി. ഇയാൾക്കു വേണ്ടി വോട്ട് ചോദിച്ചെത്തിയവരുടെ കൂട്ടത്തിൽ നാരീശക്തിയുടെ വക്താവായ മോദിയുമുണ്ട്. വനിതാ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച BJP നേതാവും MP യുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ മകന് UPയിലെ കൈസർഗഞ്ചിൽ സീറ്റ് ഒപ്പിച്ച് നൽകിയാണ് സ്ത്രീകളുടെ സംരക്ഷകനായ മോദി കർണാടകയിലെത്തിയത്. കർണാടക സംഭവത്തോടെ മോദിയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും സ്ത്രീകളോടുള്ള മനോഭാവം കൂടുതൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ചെളിക്കുണ്ടിൽ അഴുകിയ താമരയാണ് BJPയുടെ ചിഹ്നമായ താമര. പ്രജ്വൽ രേവണിയെ കെട്ടിപ്പിടിച്ച് വിജയം ആശംസിച്ച മോദിയുടെ കയ്യിൽ ഉന്നാവിന്റെയും ഹാദ്രാസിന്റെയും അടക്കം നിരവധി സ്ത്രീകളുടെ രക്തക്കറയുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും കൂട്ടമാനഭംഗത്തിനിരയാക്കി കൊന്നുതള്ളിയ നാരദന്മാരെ സംരക്ഷിച്ച പാർട്ടിയുടെ നേതാവാണ് മോദി. അത്തരക്കാർക്ക് നിയമസംരക്ഷണം നൽകിയ ഭരണകൂട്ടത്തിന്റെ നായകനാണ് മോദി. ഗർഭിണിയുടെ വയർ തൃശൂലം കൊണ്ട് പിളർത്തി ഗർഭസ്ഥ ശിശുവിനെ ചുട്ടുകൊന്ന ഗുജറാത്ത് വംശഹത്യയുടെ ഉൽപ്പന്നമായ മോദിയിൽ നിന്ന് രാജ്യത്തെ സ്ത്രീകൾ ഒരു സംരക്ഷണവും പ്രതീക്ഷിക്കേണ്ടതില്ല. മണിപ്പൂരിലെ സ്ത്രീകളുടെ വിലാപം കേൾക്കാത്ത ഭരണാധികാരിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.